ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യമ്മി വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകുന്നില്ല, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് തുടക്കക്കാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് കേട്ടോ, ആരും മിസ് ചെയ്യരുതേ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് തുവരപ്പരിപ്പാണ്. 1/2 കപ്പ് തുവരപ്പരിപ്പ് കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. 2 വലിയ ക്യാരറ്റ്, കുമ്പളങ്ങ, വെള്ളരി, ചേന 100 ഗ്രാം, 2 വലിയ വഴുതനങ്ങ, 2 മുരിങ്ങാക്കോല്, അച്ചിങ്ങ, കൊത്തമര, അച്ചിങ്ങ എന്ന് പറഞ്ഞാൽ വള്ളിപ്പയർ, പച്ചക്കായ 2 എണ്ണം മീഡിയം സൈസിലുള്ളത്, ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിലുള്ളത് 2 എണ്ണം, മത്തങ്ങ 100 ഗ്രാം. ക്യാരറ്റ്, വെള്ളരി, ചേന, മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, പച്ചക്കയൊക്കെ ഈ ഒരു വലുപ്പത്തിലാണ് വേണ്ടത്. അതുപോലെ വെണ്ടക്ക, അച്ചിങ്ങ, മുരിങ്ങക്കോലൊക്കെ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് കേട്ടോ. മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും വെണ്ടക്കയും മാത്രം ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, അത് അവസാനമാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് വെന്ത് പോവും. ഇനി കുക്കറിൻ്റെ 1/4 ഭാഗത്തോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്രയും വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടാവും സാമ്പാർ ഒരുപാട് ലൂസായി പോകുന്നു. ഇല്ല കേട്ടോ, മസാലപ്പൊടികളും പിന്നെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോൾ കറക്റ്റ് പരുവായിരിക്കുള്ളൂ കേട്ടോ, ഒരുപാട് ലൂസാവില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കില്ല, അതാണ് ഞാൻ ഉപ്പിൻ്റെ അളവ് പറയാത്തത് കേട്ടോ കറക്റ്റായിട്ട്. ഇനി ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല, 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു വിസിലാവുന്നത് വരെ വേവിക്കാം. പച്ചക്കറി വേവുന്ന നേരം കൊണ്ട് ചെറിയുള്ളിയും മസാലപ്പൊടികളൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 ചെറിയുള്ളി 2ആയി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അതിൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ചെറിയുള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ 2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ അളവ് ഒരുപാട് കൂടണ്ട, 1-2 അല്ലി മാത്രം മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ സാമ്പാറിന് കുറച്ച് നിറം കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. സാമ്പാർ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതിനുശേഷം ഇതിലേക്ക് ഉലുവപ്പൊടി 1/4 ടീസ്പൂണോ 2 പിഞ്ചായാലും മതി ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 നുള്ള് ഉലുവപ്പൊടി. അപ്പോൾ ഞാൻ ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 നുള്ള് കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളൻപുളി കുതിർത്തതിന് ശേഷം അരിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം, പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ്
ശർക്കര നീര് ചേർത്ത് കൊടുക്കാം. ശർക്കര ഉരുക്കിയതിന് ശേഷം അരിച്ചു വെച്ചിരിക്കുന്നതാണ് ചേർത്തിട്ടുള്ളത്. അരിക്കാതെ ചേർക്കരുത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ കല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ സാമ്പാർ കഴിക്കാനുള്ള ആ ഒരു മൂഡേ പോവും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അരിച്ചതിന് ശേഷം ചേർക്കുക. അപ്പോൾ ഇതാ പുളിവെള്ളവും ശർക്കര നീരൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി നീളത്തിൽ അരിഞ്ഞതും 3-4 വെണ്ടക്ക അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അളവും നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം തക്കാളിയും വെണ്ടക്കയൊക്കെ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി വെള്ളത്തോട് കൂടെയുള്ളത് ചേർത്ത് കൊടുക്കാം. വെള്ളം മാറ്റിയൊന്നും വെക്കണ്ട കേട്ടോ. നമ്മൾ എത്ര വെള്ളം ബാക്കിയുണ്ടോ അത്രയും വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചക്കറിയും വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി കുറുകി വരും. പരിപ്പുള്ളതാണ്, അതുപോലെ മസാലപ്പൊടികളുള്ളതാണ്, പച്ചക്കറി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ടിട്ട് നന്നായിട്ട് ഇത് കുറുകി വരും നമ്മളുടെ സാമ്പാർ കേട്ടോ. ഇനി ഇത് ഒരു 15 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിക്കാം. ഇളക്കി കൊടുക്കുക. എവിടെയെങ്കിലുമൊക്കെ മസാലപ്പൊടികളൊക്കെ ചെല്ലാനുണ്ടെങ്കിൽ അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം വേവിക്കാം. ഇപ്പോൾ 15 മിനിറ്റോളം ആയിട്ടുണ്ട്. സാമ്പാർ നന്നായി തിളക്കിയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നിയായിരുന്നു. അപ്പോൾ ഇതാ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സാമ്പാറിലേക്ക് താളിച്ചൊഴിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ 2 നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കുക. 4-5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ക്യാമറയുടെ ലെൻസിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടി കൈവച്ചതാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ വറ്റൽമുളക് കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഒരു കരിഞ്ഞ ചുവ വന്നു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല സാമ്പാർ കഴിക്കുമ്പോൾ. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സാമ്പാർ പൊടി 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട്. കായത്തിൻ്റെ പൊടി 1 നുള്ള് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. നല്ല സ്മെല്ല്. സാമ്പാർ പൊടി വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ എന്താ സ്മെല്ലെന്ന് അറിയാമോ? ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതാ കണ്ടില്ലേ, നല്ല കുറുകിയിരിപ്പുണ്ട് സാമ്പാർ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളവും ഒക്കെ കറക്റ്റ് അളവാണ്. വേവിച്ച് കഴിഞ്ഞപ്പോഴുള്ള വെള്ളമൊക്കെ കറക്റ്റാണ്. അതുകൊണ്ടിട്ട് ആരും വെള്ളമൊന്നും കളയാനായിട്ട് നിൽക്കണ്ട. നല്ല കുറുകി നല്ല അടിപൊളി സാമ്പാറായിട്ട് കിട്ടിക്കോളും. ലൂസായി പോവില്ല ഒരുപാട്. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുകൂടി വന്നാലല്ലേ നമ്മളുടെ സാമ്പാർ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള സദ്യ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ആക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ.